ഇവിടുന്ന് മുഴുവൻ സിറ്റി നമുക്ക് കാണാൻ പറ്റും. തമന്യാൻ എന്ന് പറയുന്നത് ഇവിടെ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു. എറവൺ സിറ്റി മുഴുവൻ ഡിസൈൻ ചെയ്തത് ഈ തമന്യാനാണ്. പലതരത്തിലുള്ള കല്ലുകൾ കൊണ്ടുള്ള ഒരു ശില്പമാണിത്. ഈ അർമേനിയ എന്ന് പറയുന്നത് കളറുകളിലുള്ള കല്ലുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അർമേനിയൻ കല്ലുകൾ വളരെ പ്രശസ്തമാണ്. മൂൺ സ്റ്റോൺ അങ്ങനെയൊക്കെയുള്ള കല്ലുകൾ ഒരുപാട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള കല്ലുകൾ വെച്ചിട്ടുള്ള ഒരു ശില്പമാണ് ഇത് കാണാൻ നല്ല വെറൈറ്റി ലുക്കുള്ള ഒരു ശില്പമാണ്. ഇത് സ്റ്റീൽ കമ്പി കൊണ്ട് ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു. ഡീറ്റെയിൽസ് അവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. 1988 ഒരു ഭൂകമ്പത്തിൽ ഈ ഒരു കാസ്കേഡ് പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ 2000 ഇവരിത് പുനർനിർമ്മിച്ചത്. നടന്നിറങ്ങി വരാനാണെങ്കിൽ 572 പടികളാണ് നമുക്ക് മൊത്തത്തിൽ ഏറ്റവും മുകളിൽ നിന്ന് താഴെ എത്താൻ വേണ്ടിയിട്ട് ഈ 572 പടികളാണുള്ളത്. ഇത് മെറ്റലിലുണ്ടാക്കിയ ഒരു മാൻകൂട്ടമാണ്. ഇതാണ് ജോസഫ് തമന്യാൻ്റെ പ്രതിമ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അർമേനിയയിലെ 4ാമത്തെ ദിവസമാണ്. ഇന്ന് 2 മണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ജോർജിയയ്ക്ക് ട്രെയിനിന് പോകും. 12 മണി വരെ നമുക്ക് സമയമുണ്ട്. സമയം ഇപ്പോൾ 8:30 ആകുന്നേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒരു 3-4 മണിക്കൂറുണ്ട്. ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ജിനോസൈഡ് മ്യൂസിയം, അതുപോലെ കാസ്കേഡ് കോംപ്ലക്സ്, 2 സ്പോട്ട് ഒന്ന് കാണണമെന്നുണ്ട്. ജിനോസൈഡ് മ്യൂസിയത്തിൻ്റെയും കാസ്കേഡ് കോംപ്ലക്സിൻ്റെയും കാഴ്ചകളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കാറ് കിടക്കുന്നിടത്താണ് നമ്മുടെ ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാമിലി റൺ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതാണ് നമ്മുടെ ഗേറ്റ്. ചെറിയൊരു സെറ്റപ്പാണ്. നമ്മൾ അലങ്കോലമായിട്ട് കിടക്കാൻ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാനിത് കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ 220 ദിർഹംസാണ് ഇവർ പെർ ഡേ നമ്മുടെ ഇന്ന് ചാർജ് ചെയ്തത്. Booking.com വഴിയാണ് ഞാൻ ഈ ഹോട്ടൽ ബുക്ക് ചെയ്തത്. പക്ഷേ ആ 220 രൂപയ്ക്കുള്ള സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു AC ആണ് ഇവിടെ. ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. പക്ഷേ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസം നല്ല ലീക്കിംഗ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് ഒന്നും ശരിയാക്കി തന്നിട്ടില്ല. പിന്നെ മുഖം നോക്കാനൊരു കണ്ണാടിയില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു വളരെ 220 രൂപയ്ക്ക് ഒരിക്കലും വർത്തിയായിട്ടുള്ളൊരു സംഭവമല്ലെന്നാണ് പറയുന്നത്. ഒറ്റ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇതൊരു ഫാമിലി റൺ ചെയ്യിക്കുന്ന ഒരു സംഭവമാണ്. ഹോട്ടലല്ല ശരിക്കും, പക്ഷേ Booking.com ഹോട്ടൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഒരു ഹോം സ്റ്റേ എന്ന് പറയാൻ പറ്റില്ല. ഒരു 4 നിലയുള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഒരു ഫാമിലി തന്നെയാണ് ഇത് റൺ ചെയ്യുന്നത്. അവർ നല്ല ആൾക്കാരാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു Booking.com 9.1 ആയിരുന്നു ഇതിൻ്റെ റിവ്യൂ ഉണ്ടായിരുന്നത്. നല്ല റിവ്യൂ ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. IV ബോട്ടിക് ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഐഗസ്താൻ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലാണ് ഇതുള്ളത്. പക്ഷേ ഈ ലൊക്കേഷൻ നല്ല ശാന്തമായിട്ടുള്ളൊരു ലൊക്കേഷനാണ്. ഇവിടെ എല്ലാം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരാണ് അധികം താമസിക്കുന്നത്. ചെറിയൊരു തിരക്ക് കുറഞ്ഞ ഒരു സ്ഥലമാണ്. ഈ ഒരു ലൊക്കേഷൻ ഓക്കെയാണ്, പക്ഷേ നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള ഒരു ഫെസിലിറ്റീസ് അല്ല. ആരെങ്കിലും ബുക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്നും മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഹോട്ടലൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ദിവസം പിക്ക് ചെയ്യാൻ വന്ന മിസ്റ്റർ താരോ വന്നിട്ടുണ്ട്. സേ ഹായ്. അപ്പോൾ താരോ വന്ന് പിക്ക് ചെയ്തു. ആദ്യം പോകുന്നത് നമ്മൾ കാസ്കേഡ് കോംപ്ലക്സിലാണ്. ടവർ കാണില്ലേ, അതാണ് കാസ്കേഡ് കോംപ്ലക്സിൻ്റെ ഏറ്റവും മുകൾ ഭാഗം. അവിടെ നിന്ന് നമ്മൾ നടന്ന് വേണം താഴോട്ടിറങ്ങി പോകാം. സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കാസ്കേഡിൻ്റെ ഉള്ളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ ബിൽഡിംഗ്, ഒരു ഗവൺമെൻറ് ബിൽഡിംഗ് എന്തോ ആണത്. വാട്ട് ഈസ് ദിസ് ബിൽഡിംഗ്? This is one of our great musicians, Charles Aznavour. He is chansonnier singing chansonnier. This is his home, but it is now with the government. He was died 3 or 4 years ago. Okay. Yeah, this is like a museum. Yeah. Okay. Yeah. Left side. Yeah. And inside, if you turn the left side, you will see inside elevator. ഇവിടുന്ന് മുഴുവൻ സിറ്റി നമുക്ക് കാണാൻ പറ്റും. കാസ്കേഡിൻ്റെ ഏറ്റവും മേളിൽ നോക്കിയാലുള്ള വ്യൂ സിറ്റി മുഴുവൻ നന്നായിട്ട് കാണാം. ഒപ്പറ ഹാൾ, അതിൻ്റെ പുറകിൽ ഇങ്ങനെ സിറ്റി നീണ്ടു കിടക്കുകയാണ്. ഇത് കണ്ടോ, ഫുൾ ഒരു 360 ഡിഗ്രി വ്യൂ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നു. ഗൈഡ് നമ്മളെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. നമ്മളിവിടെ നിന്ന് നടന്നിട്ട് ഇനി താഴോട്ട് പോകും. ഒരു തമന്യാൻ പ്രതിമയുണ്ട്, അവിടെ പോകും. പുള്ളി അവിടെ വന്ന് നമ്മളെ പിക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ നമ്മളിവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നടന്ന് താഴോട്ട് ഇറങ്ങി പോകും. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പൂക്കൾ നട്ടിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ചൂടായതുകൊണ്ട്
കുറേയൊക്കെ കരിഞ്ഞു പോയി, എന്നാലും നല്ല പൂക്കളൊക്കെ നിൽപ്പുണ്ട്, ഇപ്പോഴും നിൽപ്പുണ്ട്. ഈ തട്ടായിട്ട് ലാസ്റ്റ് വരെ പൂക്കളാണ്. രണ്ട് വശത്തും പൂക്കളാണ്. അവിടെ കുറേ ആൾക്കാരൊക്കെ നിന്നിട്ട് പൂക്കൾ നനയ്ക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 10 മണിയായി. നല്ല വെയിലുണ്ട്, പക്ഷേ ചൂട് കുറവാണ്. ഇതിൻ്റെ മേലിൽ നല്ല കാറ്റുമുണ്ട്. നമ്മളിത് കഴിഞ്ഞിട്ട് പോകുന്നത് ആ ഭാഗത്ത് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ജനസൈഡ് മ്യൂസിയമാണ്. അതിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് ഇവരുടെ ഒരു കൺസേർട്ട് ഹാളാണ്. അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സിറ്റി കാണാം. നമുക്ക് നമ്മുടെ നേരെ കാണുന്നത്, ഈ ഭാഗത്ത് കാണുന്നത് നമ്മുടെ ഒപ്പറ ഹാളാണ്. റോമിലെ കൊളോസിയത്തിൻ്റെ അതേ മോഡലിലാണ് ആ ഒപ്പറ ഹാള് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് തമന്യാൻ സ്റ്റാച്യു. നമുക്ക് തമന്യാൻ സ്റ്റാച്യു വരെയാണ് പോകേണ്ടത്. തമന്യാൻ എന്ന് പറയുന്നത് ഇവിടെ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു. യെറവൻ സിറ്റി മുഴുവൻ ഡിസൈൻ ചെയ്തത് ഈ തമന്യാനാണ്. അദ്ദേഹം ശരിക്കും ജോർജിയക്കാരനാണ്, പക്ഷേ ഇവിടുത്തെ ഈ സിറ്റി മുഴുവൻ ഡിസൈൻ ചെയ്തത് തമന്യാനാണ്. നമുക്ക് താഴോട്ടിറങ്ങി നടന്നിട്ട് കാഴ്ചകൾ കാണാം. ഫുൾ ഒരു യാരവൻ സിറ്റി നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. യാരവൻ സിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ യാരവനാണ് അർമേനിയയുടെ ക്യാപിറ്റൽ. അർമേനിയയുടെ സെൻട്രൽ പാർട്ടിലാണ് യാരവൻ സിറ്റി വരുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1200 മീറ്റർ ഉയരത്തിലാണ് നമ്മുടെ ഈ സിറ്റി ഉള്ളത്, അതായത് യാരവൻ സിറ്റി ഉള്ളത്. ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1.2 മില്യൺ ആണ് ഇവിടുത്തെ പോപ്പുലേഷൻ. അർമേനിയയിലെ ഏറ്റവും വലിയ സിറ്റി എന്ന് പറഞ്ഞാലും യാരവൻ തന്നെയാണ്. അർമേനിയനാണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്. BC 7-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈ ഒരു ഭാഗത്ത് മനുഷ്യവാസം ഉണ്ടായിരുന്നാണ് ചരിത്രം പറയുന്നത്. നമ്മൾ നടന്ന് ഫസ്റ്റ് സ്റ്റാച്യു ഒക്കെ ഉള്ളൊരു സ്ഥലത്തെത്തി. ഈ ഒരു ഭാഗത്തൊക്കെ പണി പൂർത്തിയായിട്ടില്ല, ഇങ്ങനെ അപൂർണമായിട്ട് കിടക്കുകയാണ്. ഇത് കണ്ട, നൂറ്റാണ്ടുകളായിട്ട് യെരവനാണ് ഈ അർമേനിയയുടെ തലസ്ഥാനം. അർമേനിയ മുമ്പ് ഒരു വലിയ രാജ്യമായിരുന്നു. പിന്നീട് അത് പല യുദ്ധങ്ങളിലും ആക്രമണങ്ങളിലും ഒക്കെ അർമേനിയയുടെ ഒരുപാട് ഭാഗങ്ങളൊക്കെ കയ്യേറി പല രാജ്യങ്ങൾ പിടിച്ചെടുത്തു. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പോകുന്ന ജനസൈഡ് മ്യൂസിയം ഉണ്ട്, അവിടെ പോകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. ഇവർ പ്രധാനമായിട്ടും ടൂറിസവും കൃഷി അതുപോലെ വ്യവസായം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാനം. ഇവരുടെ ഒരു മെയിൻ ഇൻഡസ്ട്രിയാണ് വൈൻ ഇൻഡസ്ട്രി. ഈ ആറാറത്ത് ബ്രാൻഡ് എന്നൊക്കെ പറയുന്ന, ആറാറത്ത് നോയ് എന്നൊക്കെ പറയുന്ന പേര് കേട്ട ലിക്വർ ബ്രാൻഡുകളുണ്ട്. അതൊക്കെ ഇവരുടെ പ്രോഡക്റ്റ്സ് ആണ്, അർമേനിയൻ പ്രോഡക്റ്റ്സ് ആണ്. നമ്മൾ നടന്ന് താഴെ എത്തി. ഇവിടെ 3 മെറ്റൽ സ്റ്റാച്യൂസ് ഉണ്ട്. വെള്ളത്തിലോട്ട് ഡൈവ് ചെയ്യാൻ നിൽക്കുന്ന ഒരു 3 മെറ്റൽ സ്റ്റാച്യൂസ്. 302 മീറ്റർ നീളവും 50 മീറ്റർ വീതിയുമാണ് ഈ കാസ്കേഡിനുള്ളത്. ഇവിടെ എന്തോ ഒരു വാട്ടർ ഫൗണ്ടൻ ആണെന്ന് തോന്നുന്നു. ഇപ്പോഴെന്തായാലും വെള്ളമില്ല, വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും. ഈ ഇവിടെയുള്ള സ്റ്റാച്യൂസിൻ്റെ ഡീറ്റെയിൽസ് ആണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരെണ്ണമുണ്ട്, അതുപോലെ ഇവിടെ ഒരു ആമയുടെ സ്റ്റാച്യു ഉണ്ട്, അതുപോലെ ഇവിടെയും ഒരു സ്റ്റാച്യു. ഇവിടെ പൂക്കളാണ്. അവിടെ കണ്ടോ, അത് നമ്മൾ ഇതിൻ്റെ മേളിൽ കണ്ട ഒരു കറുത്ത കളറിലുള്ള സെയിം മോനുമെൻ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വെള്ള കളറിലുള്ള സെയിം ഒരു മോനുമെൻ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ മേളിൽ ഏറ്റവും ടോപ്പിൽ കുരിശ് പോലൊരു സംഭവമാണ് കാണുന്നത്. വാട്ടർ ഫൗണ്ടൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ പായൽ കേട്ടോ, വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ വർക്കാകുമായിരിക്കും. ഈ ഒരു തട്ടിലുള്ളത് കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത് താഴോട്ട് പോകാം. ഇവിടെ ഒരു സീ ഹോഴ്സിൻ്റെ ഒരു നമുക്ക് കാസ്കേഡിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം. ഇതിൻ്റെ മുകളിലോട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ ഇനിയും ബാക്കിയാണ്. ഇവിടെയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള കല്ലുകൾ കൊണ്ടുള്ള ഒരു ശില്പമാണിത്. ഈ അർമേനിയ എന്ന് പറയുന്നത് കളറുകളിലുള്ള കല്ലുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അർമേനിയൻ കല്ലുകൾ വളരെ പ്രശസ്തമാണ്. മൂൺ സ്റ്റോൺ അങ്ങനെയൊക്കെയുള്ള കല്ലുകൾ ഒരുപാട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള കല്ലുകൾ വെച്ചിട്ടുള്ള ഒരു ശില്പമാണിത്. ഇവിടെ ഗ്ലാസ് കൊണ്ടുള്ളൊരു നിർമ്മിതിയാണിത്. ഇതൊരു പൈപ്പ് ടൈപ്പിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഇവിടെ മാക്സിമം സ്ഥലം ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ശില്പങ്ങളൊക്കെ കൊണ്ട് എൻഗേജ് ചെയ്തിട്ടുണ്ട്. 2 കൈകൾ, അതുപോലെ ഒരു കാലിൻ്റെത്, ഒരു ഷൂസ് ഉണ്ട്. നല്ല വലിപ്പമുള്ള ശില്പങ്ങളാണ് കേട്ടോ. നമ്മൾ അടുത്ത ലെവലിലോട്ടെത്തി. ഇവിടെ ഈ കാസ്കേഡ് കോംപ്ലക്സിൻ്റെ ഒരു പഴയ ഫോട്ടോയാണിത്. ഈ ശില്പങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് നിർമ്മിച്ച ശില്പികളുടെ പേരും ജനിച്ച വർഷവും അതുപോലെ മരിച്ച വർഷവും ശില്പം ഉണ്ടാക്കിയ വർഷം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും, ചിലതൊക്കെ മനസ്സിലാകാത്ത രീതിയിലും എഴുതി വെച്ചിട്ടുണ്ട്. കോംപ്ലക്സിൻ്റെ ഉള്ളിൽ നല്ല ശബ്ദമുണ്ട്. പഴയ എസ്കലേറ്ററും അതുപോലെ അടഞ്ഞ ഒരു ഏരിയയാണ്. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇത് കാണാൻ നല്ല വെറൈറ്റി ലുക്കുള്ളൊരു ശില്പമാണ്. ഇത് സ്റ്റീൽ കമ്പി കൊണ്ട് ഉണ്ടാക്കിയാണെന്ന് തോന്നുന്നു. ഡീറ്റെയിൽസ് അവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. ഇലക്ട്രോ പോളിഷ്ഡ് സർജിക്കൽ സ്റ്റീൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, 2 ഇരുമ്പ് പാളികളുടെ ഇടയിൽ ഗ്ലാസോ കല്ലോ അങ്ങനെ എന്തോ വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ശില്പമാണിത്.
ഇത് വില്യം ലസാർഡ് എന്ന് പറയുന്ന ഒരു ശില്പി നിർമ്മിച്ച ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയുന്ന പേരിലുള്ള ഒരു വെങ്കല ശില്പമാണ്. ഇദ്ദേഹം ബ്രിട്ടൻകാരനാണ് ഈ ശില്പി. ഇതെന്തോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണെന്ന് തോന്നുന്നു. മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണോന്ന് അറിയില്ല. എന്തായാലും ഭൂമിയുടെ അടിയിൽ ചെന്നെന്തോ ഒരു സംഭവമായിട്ടാണിത് മനസ്സിലായത്. നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകാം. ഈ എസ്കലേറ്ററൊക്കെ നല്ല സ്റ്റീപ്പായിട്ട് നല്ല കുത്തനെ ഉള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇടുങ്ങിയ ടൈപ്പ് സ്ട്രക്ചറാണ്. ഒരാളിന് കഷ്ടിച്ച് നിൽക്കാൻ പറ്റുകയുള്ളൂ. ഇതൊരു ചുണ്ടും നാവുമാണ്, ലിപ്സും ടങ്കും. ഇവിടെ ഒരു ആപ്പിൾ, ഒരു പകുതി കഴിച്ച ആപ്പിളുണ്ട്. അതുപോലെ ഒരു തൊപ്പിയുടെ ഉള്ളിലൊരു പച്ച ആപ്പിൾ വെച്ചതുപോലെ ഒരു ശില്പമുണ്ട്. ഇതൊരു ചെയർ പോലെയുള്ള ഒന്നാണ്. അവിടെ മെറ്റൽ കൊണ്ടുള്ള ഒരു കുതിര, അതുപോലെ ഇവിടെ ഒരു മെറ്റൽ കോട്ടഡ് കാറും കാണുന്നുണ്ട്. ഇത് 1992 ഉള്ള സുബാറു SVX എന്ന് പറയുന്ന ഒരു മോഡലാണ്. സിൽവർ ഒറക്കിൾ കോട്ടഡ് LED ഇലുമിനേഷൻ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ ഓരോ നിലയിലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. അവിടെ എല്ലാം ഈ പൂന്തോട്ടവും ഇതുപോലെയുള്ള ഫൗണ്ടനും കാര്യങ്ങളൊക്കെയാണ്. ഈ സൈഡിലേക്ക് കാണുന്നത് ഹോട്ടലുകളാണ്. 1988 ഒരു ഭൂകമ്പത്തിൽ ഈ ഒരു കാസ്കേഡ് പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ 2000 ഇവരിത് പുനർനിർമ്മിച്ചത്. ഇപ്പോഴും ഈ ഇതിൻ്റെ ടോപ്പിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും തീർന്നിട്ടില്ല. അതിനിയും ബാക്കിയാണ്. അത് ചിലപ്പോൾ ഫ്യൂച്ചറിൽ പണിയുമായിരിക്കും. നമുക്ക് തിരിച്ചകത്ത് തന്നെ പോവാം. ഇതും ഒരു ചുണ്ടിൻ്റെ ആകൃതിയിലുള്ള സോഫയാണ്. ഇതൊരു ചെയറാണ്. ഇവിടെ ഒരു ഷാർക്കിൻ്റെ പ്രതിമയുണ്ട്. സ്റ്റീലും LED ലൈറ്റും ചേർത്തിട്ടാണ് ഈ ഒരു ഷാർക്കിൻ്റെ സ്കൾപ്ചർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇത് ഗ്ലോബിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയുള്ളൊരു ശില്പമാണ്. ദ നോട്ട്, കൽച്ചീളുകളില്ലേ, അതിങ്ങനെ അടുക്കി വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ശില്പമാണ്. ഇത് കാണാനൊരു വെറൈറ്റിയാണ്. നമുക്ക് അടുത്ത ലെവലിലോട്ട് പോവാം. ഇവിടെ ചിത്രശലഭത്തിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ള കസേരകളാണ്. ഇവിടെ വലിയൊരു ചിത്രശലഭം കാണുന്നുണ്ട്. നല്ല വലിപ്പമുള്ളൊരു പൂവുണ്ട്. ബ്ലൂ ബെൽസ് എന്നാണ് ഈ ഒരു നിർമ്മിതിയുടെ പേര് പറഞ്ഞിരിക്കുന്നത്. ഗാൽവനൈസ്ഡ് സ്റ്റീലും ഗ്ലാസുമാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മൂന്നാമത്തെ തട്ടാണ് തോന്നുന്നു. മൂന്നാമത്താണോ രണ്ടാമത്താണോ എന്നറിയില്ല, മറന്നുപോയി. ഇവിടെ നല്ല പൂക്കളൊക്കെ ഉണ്ട്. ഫൗണ്ടനൊന്നും ആക്റ്റീവ് അല്ല. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ഉണ്ട്. രാവിലെ വെയിലിന് മുമ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊന്നും ഇനി ഒരു തട്ടും കൂട്ടാണ് ബാക്കിയുള്ളത്. അപ്പോഴത്തേക്കും നമ്മൾ ഗ്രൗണ്ട് ലെവലിലാണ്. മണി ഇപ്പോൾ 10:30 ചെറുതായിട്ട് ചൂട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അത്ര സഹിക്കാൻ പറ്റാത്ത ചൂടൊന്നുമല്ല. ചൂടുണ്ടെന്നാലും നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകാം. ഇനി എനിക്കൊന്ന് 2 ലെവലാണ് ബാക്കിയുള്ളതെന്ന് തോന്നുന്നു. ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. മിക്കവാറും എല്ലാ ലെവലിലും ഇതുപോലെയൊക്കെയുള്ള ചെറിയൊരു ഗ്യാലറികളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമായിരിക്കും അവർ ഓപ്പൺ ചെയ്യുന്നത്. എന്താണെന്ന് അറിയില്ല. ഇവിടെ ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഗ്രിഗർ ഖഞ്ചിയാൻ എന്ന് പറയുന്ന പേരിലുള്ള ഒരു ഗ്യാലറിയാണ്. ഇവിടെ കാസ്കേഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് എടുത്ത പഴയ ഫോട്ടോയാണ്. ഈ ഒരു സൈഡിലെല്ലാം ചെയർ കൺസെപ്റ്റിലുള്ള സ്കൾപ്ചേഴ്സാണ് ഉള്ളത്. ഇത് വലിയ മരത്തിൻ്റെ വേരുകൾ കൊണ്ടുള്ള നിർമ്മിതിയാണ്. ഇത് ഒന്ന് തേക്കിൻ്റെ വേരും മറ്റേതൊരു ചൈനീസ് മരത്തിൻ്റെ വേരും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
ഈ തട്ടുകളിലെല്ലാം ഒരേ സ്ട്രക്ചറിലുള്ള ശില്പങ്ങളാണുള്ളത്. ഇവിടെ ഒരു തലയൊട്ടി കൊടുത്തൊരു സാധനമാണ് നടുക്ക്, ഫൗണ്ടൻ്റെ നടുക്കുള്ളത്. അപ്പോൾ ഇവിടെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു കളർഫുള്ളായിട്ടുള്ള സാധനം. അപ്പോൾ നമ്മൾ ഏറ്റവും താഴെ എത്തി. ഇനി അതിനകത്തൂടെ വേണമെങ്കിലും എസ്കലേറ്ററിൽ ഇറങ്ങാം താഴെ. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ, നടന്നു പോകും. ഇത് കാറ്റടിക്കുമ്പോൾ തനിയെ കറങ്ങുന്നതാണ്, കാറ്റിനനുസരിച്ചിട്ട്. ഇത് കാണാൻ രസമുള്ളൊരു സംഭവമാണ്. കളർഫുള്ളായിട്ട് ഉള്ള കുറേ ഗ്ലാസ് ആണോ പ്ലാസ്റ്റിക് ആണോ എന്നറിയില്ല, പക്ഷെ അത് കാറ്റടിക്കുമ്പോഴാണ് ഇങ്ങനെ കറങ്ങുന്നത്. അവിടെയുണ്ടൊരു സ്റ്റാച്യു സെയിം. അങ്ങ് പുറകിൽ നമ്മുടെ കാസ്കേഡ് ടവർ കാണുന്നുണ്ട്. നടന്നിറങ്ങി വരാനാണെങ്കിൽ 572 പടികളാണ് നമുക്ക് മൊത്തത്തിൽ. ഏറ്റവും മുകളിൽ നിന്ന് താഴെ എത്താൻ വേണ്ടിയിട്ട് ഈ 572 പടികളാണുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു 302 മീറ്റർ നീളവും 50 മീറ്റർ വീതിയുമാണ് കാസ്കേഡിനുള്ളത്. അതുപോലെ ഉയരം നോക്കുകയാണെങ്കിൽ 118 മീറ്റർ ഉയരമാണുള്ളത്. നമ്മൾ താഴെ എത്തി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ നമുക്ക് നടന്ന് താഴെ ഇറങ്ങാം. അതായത് നമ്മൾ എസ്കലേറ്റർ വഴി വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങാൻ പറ്റും. ഇതിൻ്റെ രണ്ട് സൈഡിലും കുറേ കോഫി ഷോപ്പും റെസ്റ്റോറൻറ്റും ഒക്കെയാണ്. കല്ല് പാകിയ റോഡുമാണ്. കഫസ്ജിയൻ സെൻറ്റർ ഫോർ ആർട്സ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ശരിക്കും നമ്മൾ കണ്ട ആ ശില്പങ്ങളൊക്കെ ഇതിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബേസിലുള്ള ഒരു ഫൗണ്ടൻ. സ്കൾപ്ചറൊന്നുമില്ല, ശില്പങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഫൗണ്ടൻ മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ട് സൈഡും പൂക്കളൊക്കെ നട്ടിട്ടുണ്ട്. ഇതാണ് തമന്യാൻ പാർക്ക്. അതായത് ഈ ഒരു കാസ്കേഡ് ഉൾപ്പെടെയുള്ള യറവൻ സിറ്റിക്കകത്തുള്ള പല കാര്യങ്ങളും ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ജോസഫ് തമന്യാൻ എന്ന് പറയുന്ന ഒരു ജോർജിയൻ എഞ്ചിനീയറാണ്. പുള്ളിയുടെ പേരിലാണ് ഈ ഒരു പാർക്കുള്ളത്. ഇതിനകത്ത് കുറേ പ്രതിമകളൊക്കെ ഉണ്ട്, കുറേ വില്ലേജ് വണ്ടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു കുറേ ഹോട്ടലുകളുണ്ട്. ഇതിപ്പോൾ തമന്യാൻ പാർക്കാണ്. തമന്യാൻ പാർക്കിൻ്റെ ഏറ്റവും അതായത് ഈ കാസ്കേഡ് തുടങ്ങുന്നത് വരെയുണ്ട് തമന്യാൻ പാർക്ക്. ആ ലാസ്റ്റ് ഒരു ജോസഫ് തമന്യാൻ്റെ ഒരു പ്രതിമയുണ്ട്. അവിടെ മുതൽ ഇതുവരെ തമന്യാൻ പാർക്കാണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രതിമകളാണ്. വൈകുന്നേരം നല്ല വൈബായിരിക്കും ഇവിടെ. ഒരു മെറ്റലിലുണ്ടാക്കിയ ഒരു മാൻകൂട്ടമാണ്. വെള്ളം ഒഴിക്കുന്നുണ്ട്, അതുപോലെ ഇവരുടെ നമുക്ക് കള വരയ്ക്കുന്നുണ്ട്. ഇതെന്താണെന്നറിയോ, വണ്ടിയുടെ ടയറാണ്. ഇതാണ് ജോസഫ് തമന്യാൻ്റെ പ്രതിമ. ഇദ്ദേഹമാണ് ഈ ഒരു യറവൻ സിറ്റി മുഴുവൻ ഡിസൈൻ ചെയ്തത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രതിമ ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കാസ്കേഡ് കോംപ്ലക്സ് മുഴുവൻ കണ്ടു, തമന്യാൻ പാർക്കിലെ കാഴ്ചകളും കണ്ടു. തമന്യാൻ്റെ പ്രതിമയുടെ അടുത്താണുള്ളത്. അപ്പോൾ അടുത്തത് ജനസൈഡ് മ്യൂസിയത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ കാണാം. ബൈ ബൈ.